1966 ബ്രസീലിൽ നിന്ന് 2 ഡെഡ് ബോഡികൾ കണ്ടുകിട്ടി. ആ ഡെഡ് ബോഡികൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ടായിരുന്നു. അതുപോലെ അവരെ ആരാണ് കൊന്നതെന്നോ അവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്നോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇന്ന് ഞാൻ അതിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 1966 ഓഗസ്റ്റ് 20 ബ്രസീലിൽ നിതീരോ നഗരത്തിനടുത്തുള്ള വിൻഡേം ഹിൽസിൽ അന്നൊരു കുട്ടി 2 മനുഷ്യ ശരീരങ്ങൾ നിലത്ത് കിടക്കുന്നത് കണ്ടു. അന്ന് ആ കുട്ടിക്ക് ആ 2 പേർ മരിച്ചു കിടക്കുകയാണോ അതോ തല കറങ്ങി ബോധം കെട്ട് കിടക്കുകയാണോ ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ആ കുട്ടി മാതാപിതാക്കളെ വിളിച്ചു. മാതാപിതാക്കൾ അതേപോലെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. പതിയെ പോലീസും സ്ഥലത്തെത്തി. മരണപ്പെട്ടവരിൽ ഒരാളുടെ പേര് മിഗ്വൽ ഹോസെ വിയാന എന്നും മറ്റേയാളുടെ പേര് മാനുവൽ പെരേര ഡാ ക്രൂസ് എന്നുമായിരുന്നു. ഇവർ 2 പേരും ഇലക്ട്രോണിക് മെഷീൻ റിപ്പയർ ചെയ്യുന്ന 2 വ്യക്തികളായിരുന്നു. മിഗ്വലിൻ്റെയും മാനുവലിൻ്റെയും ശവശരീരങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ടായിരുന്നു. ഇവരുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരുന്നു. അതുപോലെ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നില്ല, വെടിയേറ്റതിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നില്ല, കുത്തേറ്റതിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നില്ല. അതുപോലെ ഇവരുടെ മുഖത്ത് 2 പേരുടെയും മുഖത്ത് ലെഡ് എന്ന് പറയുന്ന ലോഹം കൊണ്ടുണ്ടാക്കിയ മാസ്കുകൾ ഉണ്ടായിരുന്നു. കണ്ണുകൾ മാത്രം മറയ്ക്കുന്ന രീതിയിലുള്ള 2 മാസ്ക്. അതുപോലെ ഇവരുടെ ശവശരീരങ്ങൾക്ക് അടുത്തായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ തുണി കഷ്ണങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ പേപ്പർ, അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലാദ്യം എഴുതിയത് 16:30 സ്ഥലത്തെത്തുക, 18:30 ക്യാപ്സ്യൂൾ കഴിക്കുക, ഇഫക്റ്റ് വന്നതിന് ശേഷം മാസ്കുകൾ ധരിക്കുക, അതുപോലെ സിഗ്നൽ വരാൻ കാത്തിരിക്കുക. ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആ പേപ്പറിൽ എഴുതിയിരുന്നുള്ളൂ. സംഭവ സ്ഥലത്ത് നിന്നും ഈ വാട്ടർ ബോട്ടിലും ഈ ചെറിയ കഷ്ണം തുണിയും ഈ പേപ്പറും അല്ലാതെ പോലീസിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയില്ല. അതുപോലെ കൃത്യം നടന്ന് കുറേ സമയത്തിന് ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. കാരണം കുറേ കാര്യങ്ങളൊക്കെ തെളിവുകളൊക്കെ കയ്യിൽ നിന്ന് പോയിന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം 3 തിയറികളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അതിലാദ്യത്തെ തിയറി സാത്താൻ സേവ പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടതായിരിക്കുമെന്നാണ്. ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ബുരാരി കേസ് ഉണ്ടല്ലോ, പുനർജനിക്കുമെന്ന് പറഞ്ഞ് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്ത ആ സംഭവം. അതുപോലെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മരണപ്പെട്ടതായിരിക്കുമെന്നാണ് ഒരു തിയറി പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ തിയറി പറയുന്നത് UFOയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചുള്ള മരണമായിരിക്കുമെന്നാണ്. അതുപോലെ UFOയുടെ വെളിച്ചം കണ്ണിൽ അടിക്കുമ്പോൾ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാവും ലെഡ് കൊണ്ട് നിർമ്മിച്ച മാസ്കുകൾ ധരിച്ചതെന്നും ഒരു തിയറി പറയുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ തിയറിയാണ് വല്ല ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് കൊണ്ടുള്ള മരണമായിരിക്കാമെന്നും. പക്ഷെ അതിനൊന്നും പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇപ്പോൾ 60 വർഷമായി. ഇതുവരെ ആ മാസ്കുകൾ എന്തിനായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇവർ എന്തിനായിരിക്കും മരണപ്പെട്ടതെന്നോ പ്രത്യേകിച്ച് ഒരു തെളിവും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്കിതിനെപ്പറ്റി എന്താണ് തോന്നുന്നതെന്നോ അതുപോലെ എൻ്റെ വീഡിയോനെ പറ്റി എന്താണ് അഭിപ്രായം പറയാൻ പറ്റുന്നതെന്നോ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.